നമസ്കാരം, ഞാൻ മനീഷ് വാര്യർ. നല്ല സമയം എന്ന ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാശിഫലം പറയുന്നത് ചന്ദ്രൻ്റെ ചലനാവസ്ഥ ബേസ് ചെയ്തിട്ടുള്ള ഒരാഴ്ചയിലെ ഫലങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓരോ ജാതകർക്കും അത് വ്യത്യസ്തങ്ങളായിട്ടായിരിക്കും വരിക. അവരുടെ ഗ്രഹനിലയിലുള്ള ചന്ദ്രൻ്റെ സ്ഥാനം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ രാശിഫലം ആഴ്ചഫലമായി പറയുന്നത്. അപ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും അത് പലതരത്തിലുള്ള വ്യത്യസ്ത അനുഭവങ്ങളായിട്ടായിരിക്കും വരിക. പ്രത്യേകിച്ച് ഒരേ നക്ഷത്രത്തിലുള്ള പലർക്കും 2-3 തരത്തിലുള്ള ഫലങ്ങളായിട്ടായിരിക്കും വരിക. അത് അവരുടെ ഗ്രഹനിലയുടെ അവസ്ഥ ബേസ് അടിസ്ഥാനമാക്കിയാണ് നമുക്ക് വരുന്നത്. ഈ ആഴ്ച മാർച്ച് മാസം 3-ാം വാരത്തിലെ ആഴ്ചഫലം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ പാദം ചേർന്നതാണ് മേടക്കൂറ്. മേടരാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ കുറച്ച് സന്തോഷകരമായ ഒരു കാലമായിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള നേട്ടങ്ങൾ വരികയും കാലകാലങ്ങളായി അവർ തേടിക്കൊണ്ടിരുന്ന പല കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയായിട്ടാണ് പറയേണ്ടത്. പലതരത്തിലുള്ള മംഗളകാര്യങ്ങൾ നടക്കുക, അല്ലെങ്കിൽ പല രീതിയിലുള്ള നേട്ടങ്ങൾ വന്നുപെടുക, അവർക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ഉണ്ടാവുക, കുടുംബത്തിൽ സന്തോഷമുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ നടക്കുക. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ വാഹനം വാങ്ങിക്കാൻ സാധിക്കുക, അതിലൂടെ കുടുംബത്തിൽ അതൊരു സന്തോഷമുണ്ടാവുക, പുതിയ വീട് വയ്ക്കാൻ സാധിക്കുക. അതേപോലെ തന്നെ പുതിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് തങ്ങളുടെ ബിസിനസ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള നേട്ടങ്ങൾ വന്നു പെടുന്ന ഒരു ആഴ്ചയായിട്ടാണ് മേടരാശിക്കാർക്ക് ഈ ആഴ്ച ഞാൻ പറയേണ്ടത്. പക്ഷേ അതോടൊപ്പം തന്നെ കുറച്ച് സങ്കടകരമായ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവും. അതായത് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഗുണവും ഉണ്ടാവും, കുറച്ച് ദോഷവും വരും. എന്നാലും അത് പൊതുവേ നമ്മൾ നേട്ടങ്ങളായിട്ടാണ് പറയേണ്ടത്. ദോഷങ്ങളായിട്ട് നമുക്ക് പറയേണ്ടത് അവരുടെ ആരോഗ്യസ്ഥിതിയിലുണ്ടാകാവുന്ന ചില ഉയർച്ച താഴ്ചകളാണ്. അതുമൂലം ഉണ്ടാകാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ, അതുമൂലം ഉണ്ടാകുന്ന കുറച്ച് സാമ്പത്തിക ചെലവുകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുട്ടികൾക്ക് നമ്മൾ നല്ല കാലമായിട്ടാണ് പറയുന്നത്. അതായത് അവർക്ക് പരീക്ഷകൾ നന്നായി ചെയ്യാൻ സാധിക്കുകയും അതിലൂടെ അവർക്കൊരു നേട്ടമുണ്ടാകാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു ആഴ്ചയായിട്ടാണ് കുട്ടികളുടെ കാര്യത്തിൽ പറയുന്നത്. അതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കും അത് തന്നെ. പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടായില്ലെങ്കിലും വലിയ നേട്ടങ്ങൾ ചിലപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടണമെന്നില്ല. പക്ഷേ നിലനിന്നുകൊണ്ട് പോന്നിരുന്ന പല കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നു. ഇടവക്കൂറ്, കാർത്തിക 3 പാദവും രോഹിണിയും മകീരത്തിൻ്റെ അരപ്പാദവും ചേർന്നതാണ് ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. ഗുണങ്ങളുണ്ടാകുമെങ്കിലും അതേപോലെ തന്നെ കുറച്ച് സങ്കടങ്ങളും ദോഷങ്ങളും ഉണ്ടാകാനൊരു സാധ്യത അവിടെ മുൻകൂട്ടിയുണ്ട്. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന ആൾക്കാർക്ക് വാഹനാപകടങ്ങൾ ഉണ്ടാവുക, വാഹനത്തിന് കാര്യമായ അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടി വരിക, അതുമൂലം ഉണ്ടാകുന്ന ധനനഷ്ടം വരിക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് അവിചാരിതമായ ചിലവുകൾ വരുന്ന ഒരു ആഴ്ചയാണ് ഇടവരാശിക്കാർക്ക് ഈ ആഴ്ച. അവർ വളരെയധികം ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ഓരോന്ന് ചെയ്യാനായിട്ട്. അതായത് സംസാര മുഖേന ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ, അവരുടെ സംസാര രീതി ചിലപ്പോൾ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാതെ വരികയും അവരുമായി പലതരത്തിലുള്ള വാക്പരമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത അവിടെ നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അവർ ആ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ യഥാശക്തി തൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച്, അല്ലെങ്കിൽ സംസാരത്തെ നിയന്ത്രിച്ച് വേണം നമ്മൾ ഈ ആഴ്ച കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. മിഥുനക്കൂറ്, മകീരത്തിൻ്റെ അരപ്പാദവും തിരുവാതിരയും പുണർത്തിൻ്റെ 3/4 പാദവും ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുനരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രവുമാണ്. പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കാനൊരു സാഹചര്യമുണ്ട് അവിടെ. തിരുവാതിര, അതായത് അവർ പല പ്രശ്നങ്ങളെയും വിളിച്ചു വരുത്തുന്നു എന്നാണ് നമുക്ക് ഇൻഡയറക്റ്റായിട്ട് പറയേണ്ടത്. അത് അവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അജ്ഞത കൊണ്ടോ അവർ കാര്യങ്ങളെ വേണ്ട വിധത്തിൽ ഗ്രഹിക്കാതെ ചില തീരുമാനങ്ങൾ എടുക്കുകയും ചില
വാക്കുകൾ പറയുകയും അല്ലെങ്കിൽ വാക്ക് കൊടുക്കുകയും ചെയ്യുന്ന മൂലം ഉണ്ടാകാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാവും. പ്രത്യേകിച്ച് വസ്തു സംബന്ധമായ ഇടപാടുകൾ നടത്തുമ്പോൾ ഭാരിച്ച നഷ്ടമുണ്ടാകാനും അല്ലെങ്കിൽ ഭാരിച്ച രീതിയിലുള്ള നിയമപ്രശ്നങ്ങളിൽ ചെന്നപ്പെടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അപ്പം അത് വളരെയധികം നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. അതേപോലെ തന്നെ വാഹനപരമായി കൈകാര്യം ചെയ്യുന്ന ആൾക്കാരും സൂക്ഷിക്കണം. അവർക്ക് നിയമപരമായുള്ള പ്രശ്നങ്ങൾ ഇടപെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മിഥുന രാശിക്കാർക്ക് ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത് നിയമപരമായ കുറച്ച് പ്രശ്നങ്ങളാണ്. അത് എല്ലാവർക്കും അതെ, ബിസിനസ്സുകാരായിക്കോട്ടെ, ദാമ്പത്യ ജീവിതത്തിലായിക്കോട്ടെ, ഇതുപോലുള്ള ചെറിയ ചെറിയ കൈമാറ്റങ്ങൾ നടത്തുമ്പോഴായിക്കോട്ടെ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാവുന്ന സാധ്യതകളുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും അവർ നേരിട്ട അല്ലെങ്കിൽ അവർ ശ്രമിച്ച പരീക്ഷകളിലോ അല്ലെങ്കിൽ മറ്റൊന്നിലോ തൃപ്തി ഉണ്ടാവുകയില്ല. അതുമൂലം വീണ്ടും നിയമപരമായി തന്നെ കാര്യങ്ങൾ നോക്കേണ്ടി വരുന്ന ഒരു കാലം വിദ്യാർത്ഥികൾക്കും ഉണ്ടാകാവുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ പൊതുവേ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ മിഥുനരാശിക്കാർ ഈ ആഴ്ച കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിന് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നന്നായി പഠിക്കുകയും അല്ലെങ്കിൽ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കേണ്ടത്. കർക്കിടക്കൂറ്. പുണർതം ആദ്യത്തെ കാൽപാദവും പൂയവും ആയില്യവും ചേർന്നാണ് കർക്കിടക്കൂറ്. കർക്കിടക രാശിക്കാർക്ക് ഈ ആഴ്ച കുറച്ച് സങ്കടകരമായ ഒരു കാലമാണ്. പ്രത്യേകിച്ച് ആയില്യ നക്ഷത്രക്കാർക്ക്. അവർക്ക് മെയിൻ എടുത്തു പറയേണ്ട ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ദാമ്പത്യ ജീവിതത്തിലുണ്ടാകാവുന്ന കലഹങ്ങളാണ്. ആ കലഹം മുഖേന ചിലപ്പോൾ അവരെ കുടുംബജീവിതം തകരുന്ന ഒരു സ്റ്റേജിൽ വരാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവും അവിടെ. അപ്പോൾ അതിനെ വളരെയധികം ശ്രദ്ധയോടെ അങ്ങനെയൊന്നും വരുത്താതെ നമ്മൾ നമ്മുടെ ദേഷ്യത്തെ നിയന്ത്രിച്ച് വേണം ചെയ്യാനായിട്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത്, കർക്കിടകക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ ദേഷ്യം കൂടുക എന്ന ഒരു കാര്യത്തിലാണ് പറയുന്നത്. പലതരത്തിലുള്ള കാര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ മനസ്സിന് ശാന്തി കിട്ടാതെ വരികയും പെട്ടെന്ന് കോപം വന്നിട്ട് അതിന് വേണ്ടാത്ത രീതിയിൽ സംസാരിക്കുകയും അല്ലെങ്കിൽ അതിനെ പ്രതികരിക്കുകയും ചെയ്യുന്നതുമുണ്ടാകാവുന്ന ഒരു ബുദ്ധിമുട്ടുകളുണ്ടാകും. അത് എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും അത് പ്രകടമാണ്. അതുകൊണ്ട് തൻ്റെ ദേഷ്യം കർക്കിടക രാശിക്കാർ ഈ ആഴ്ച വളരെയധികം ക്രമീകരിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത പക്ഷം പലതരത്തിലുള്ള ക്ലേശങ്ങൾ വന്ന് പിടിക്കുകയും അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ആദി വരികയും അതുമൂലം ഉണ്ടാകാവുന്ന മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആഴ്ച കർക്കിടക രാശിക്കാർക്ക് പൊതുവെ ഗുണകരമല്ല എന്ന് പറയുന്നത്. മെയിനായിട്ട് പറയേണ്ടത് ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക എന്നതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള യഥാശക്തി മനസ്സിനെ നിയന്ത്രിക്കേണ്ടതാണ്. യഥാശക്തി കാര്യങ്ങൾ ചെയ്യുകയും അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് കർക്കിടക രാശിക്കാർ ഈ ആഴ്ച. ചിങ്ങക്കൂറ്. ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ച കുറച്ച് ഗുണകരമായ കാലമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കെട്ടിക്കിടന്ന പല പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാനുള്ള ഒരു വഴി കറങ്ങിത്തരിക. നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അത് വളരെയധികം സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ ഫേവറബിളായിട്ട് അവർക്ക് നമുക്ക് അനുകൂലമായി വരുന്ന ഒരു ആഴ്ചയാണ് ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ച. പ്രത്യേകിച്ച് പൂര നക്ഷത്രത്തെ ആൾക്കാർ അവർക്ക് പലതരത്തിലുള്ള കുടുംബപരമായി ലഭിക്കേണ്ടിയിരുന്ന പല ആനുകൂല്യങ്ങളും, അതായത് സ്വത്തായിട്ടും പൂർവിക സ്വത്ത് കേസിലുണ്ടായിരുന്നെങ്കിൽ ആ കേസൊക്കെ തീർന്ന് വഴക്കൊക്കെ മാറി അവർക്ക് തങ്ങളുടേതായി തങ്ങളുടെ അവകാശം ലഭിക്കുന്ന ഒരു ആഴ്ചയാണ് ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ച. കന്നിക്കൂറ്. ഉത്തരത്തിൻ്റെ മുക്കാൽപാദവും അത്തവും ചിത്രയുടെ ആദ്യ ഭാഗവും ചേർന്നാണ് കന്നിക്കൂറ്. കന്നിരാശിക്കാർക്കും ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രിതമായിട്ടാണ് നമ്മൾ പറയുന്നത്. ദോഷങ്ങൾ അധികമൊന്നും ഉണ്ടായില്ലെങ്കിലും ഗുണങ്ങൾ കുറവായിരിക്കും. പക്ഷേ എന്നിരുന്നാലും പലതരത്തിലുള്ള അവസരങ്ങൾ തേടി വരുന്ന ഒരു കാലമാണ്. ഇവിടെയും നമ്മൾ നിയമപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് പറയേണ്ടത്, അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഈ ആഴ്ചയും ഈ കന്നിരാശിക്കാർക്ക് നടക്കുക. പ്രത്യേകിച്ച് ഉത്തര നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് അനുകൂലമായ നിയമത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാവുന്ന കാര്യങ്ങളിൽ മുൻഗണന ലഭിക്കുന്നതാണ്. അവർ നേരത്തെ അപേക്ഷ കൊടുത്തിരുന്ന പലർക്കും ഇപ്പം വസ്തുപരമായിട്ടുള്ള പല നിയമപ്രശ്നങ്ങളും മാറി അവർക്ക് ഭൂമി അവർക്ക് സ്വന്തമായി കിട്ടുകയോ അല്ലെങ്കിൽ അതിൽ നിന്നും
ക്രയവിക്രയം നടത്താനുള്ള അവകാശം ലഭിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു ആഴ്ചയാണ് കന്നി രാശിക്കാർക്ക് ഈ ആഴ്ച. ഇതിൽ നമ്മൾ അത്തം നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർക്കാണ് കുറച്ച് സന്തോഷകരമായ കാര്യങ്ങൾ പറയേണ്ടത്. കന്നി അത്തം നക്ഷത്രക്കാർക്ക് മാർച്ച് മാസത്തിലെ 3-ാമത്തെ ആഴ്ചയിൽ കുറച്ച് മംഗളകരമായ കാര്യങ്ങൾ നടക്കാനുള്ള ഒരു അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്ന പല ആൾക്കാർക്കും വിവാഹത്തിനുള്ള തുറന്നടപടികൾ വരികയും അതിൽ നിന്ന് വിവാഹം നടക്കുകയോ അല്ലെങ്കിൽ അത് ആലോചിച്ച് ഉറപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സന്തോഷകരമായ കാര്യം നടക്കുന്നതാണ്. അപ്പോൾ ഈ കന്നി രാശിയിലുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധയോടെ അല്ലെങ്കിൽ മനസ്സിൻ്റെ നിയന്ത്രിച്ച് തൻ്റെ ദേഷ്യത്തെയും ആഗ്രഹത്തെയും നിയന്ത്രിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അവർക്ക് പലതരത്തിലുള്ള ക്ലേശങ്ങൾ സംഭവിക്കാനൊരു സാധ്യത പറയുന്നുണ്ട്. അസ്വസ്ഥമായി അവർ പല കാര്യങ്ങൾ ചെയ്യുകയും അതിലൂടെ അബദ്ധങ്ങൾ പറ്റുകയും ചെയ്യുന്നതാണ്. വളരെയധികം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് കാര്യങ്ങൾ പോകാനായിട്ട്. അപ്പോൾ യഥാശക്തി കാര്യങ്ങളെ ഗ്രഹിച്ച് വേണം നമ്മളൊരു തീരുമാനമെടുക്കാനും മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ശ്രദ്ധിക്കേണ്ട കന്നി രാശിക്കാർ ഈ ആഴ്ച. തുലാക്കൂർ ചിത്തിര അരപ്പാദവും ചോതി വിശാഖത്തിൻ്റെ മുക്കാപാദവും ചേർന്നതാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയുന്നത്. ഗുണങ്ങൾ ചെറിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവുകയും അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള കോട്ടങ്ങൾ വരികയും ചെയ്യുന്ന ഒരു ആഴ്ചയാണ് തുലാരാശിക്കാർക്ക് ആഴ്ച. അതിൽ പ്രത്യേകിച്ചും പറയേണ്ടത് സംസാരം മുഖേന ഉണ്ടാകാവുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ പലർക്കും എടുത്തു ചാടി വാക്ക് കൊടുക്കുകയും ആ വാക്ക് പാലിക്കാൻ പറ്റാതെ മുഖേന ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളായിട്ടാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായാലും അതിൽ കൂടുതൽ ദോഷങ്ങളായിരിക്കും സംഭവിക്കുക ഈ ആഴ്ച തുലാരാശിക്കാർക്ക്. അപ്പോൾ വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ തീരുമാനങ്ങൾ എടുക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനും മറ്റും ചെയ്യാനും. പ്രത്യേകിച്ചും കുട്ടികൾക്കാണ് അത് എടുത്തു പറയേണ്ടത്. അതായത് കോളേജുകളിലും മറ്റു പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇങ്ങനെയൊരു അബദ്ധം പറ്റാനുള്ള സാധ്യത കൂടുന്നത്. അവർ എടുത്തു ചാടി അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ ആഗ്രഹം കൊണ്ട് വല്ലാതെ ആഗ്രഹിക്കുകയും അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. പക്ഷെ അത് അവർക്ക് അബദ്ധമായി വരികയും അതുമൂലം ഉണ്ടാകാവുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിലെടുത്തു പറയേണ്ടത്. അത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ തുലാരാശിയിലുള്ള കുട്ടികളുടെ പേരൻസ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കുട്ടികൾ നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതിൽ നിന്നും നമുക്ക് നിയമപരമായൊരു പ്രശ്നം വരില്ല എന്ന് ഉറപ്പിക്കുകയും വേണ്ടതാണ്. ധനുരാശിയിലുള്ള കുട്ടികളുടെ പേരൻസ് മാതാപിതാക്കൾ വളരെയധികം നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. വൃശ്ചികക്കൂർ വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നാണ് വൃശ്ചികക്കൂർ. വൃശ്ചിക രാശിക്കാർക്ക് ഈ ആഴ്ച ഗുണകരമായ ഒരാഴ്ചയായിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള നേട്ടങ്ങൾ വരികയും സങ്കടങ്ങൾക്ക് മോചനമുണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് കുടുംബ കലഹങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർത്ത് നമുക്ക് ഒരു സന്തോഷകരമായ കുടുംബജീവിതം തുടങ്ങാനും കൂട്ടായി ഒന്നിച്ചു മുന്നേറാനും സാധിക്കുന്ന ഒരാഴ്ചയാണ്. അത് കുടുംബത്തെ മാത്രമല്ല, ബിസിനസ് പരമായിട്ടാണെങ്കിലും മറ്റുള്ള പുതിയ അസോസിയേഷൻ വരികയും നേരത്തെ ഉണ്ടായിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സംസാരിച്ച് തീർത്ത് രമ്യതയിലാവാനും അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനും അതിലൂടെ നേട്ടങ്ങൾ വരാനും സാധിക്കുന്നതാണ്. പലതരത്തിലുള്ള യാത്രകളാണ് വൃശ്ചിക രാശിക്കാർക്ക് ഈ ആഴ്ച പറയുന്നത്. അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ഓരോരോ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ വൃശ്ചിക രാശിയിലുള്ള ബിസിനസ്സുകാർക്ക് കുറച്ച് പുതിയ അവസരങ്ങൾ വരിക, അതായത് തൻ്റെ ബിസിനസ് മറ്റു പങ്കാളിയുമായി ചേർന്ന് വിപുലീകരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ പങ്കാളിയുമായി വിപുലീകരിക്കുമ്പോൾ ആ ആൾ നല്ല ആളാണോ അല്ലെങ്കിൽ അവർ നമ്മളെ ചതിക്കില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാവുകയും അതുമൂലം നിയമപരമായ പ്രശ്നങ്ങളിൽ ചെന്നപ്പെടാനൊരു സാധ്യതയും വൃശ്ചിക രാശിക്കാർക്ക് ഈ ആഴ്ച പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും യഥാശക്തി മനസ്സിൽ ശാന്തതയോടെ തീരുമാനങ്ങൾ എടുക്കുകയും
അത് വളരെയധികം ആലോചിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ വൃശ്ചികരാശിക്കാർക്ക് സന്തോഷകരമായ ഒരു കാര്യങ്ങൾ നടത്താനെടുക്കാനും മനസ്സിനും ശരീരത്തിനും സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളുണ്ടാകുന്നതാണ്. അപ്പോൾ ഇവിടെ വളരെയധികം ശ്രദ്ധയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് നമ്മൾ പറയേണ്ടത്. വൃശ്ചികരാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. സന്തോഷമാണെങ്കിലും അത് പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സാധ്യത അവിടെ മുന്നിലുണ്ട്. അതുകൊണ്ട് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അത് സൂക്ഷിക്കേണ്ടതാണ്. ധനുക്കൂർ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം ചേർന്നതാണ് ധനുക്കൂർ. ധനുരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രിതമായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് പൂരാട നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള ക്ലേശങ്ങൾ വന്നുപെടാനൊരു സാധ്യത പറയുന്നുണ്ട്. നേരത്തെ ചെയ്തു വച്ചിട്ടുള്ള പല കാര്യങ്ങളുടെയും പിന്തുടർച്ച എന്ന രീതിയിൽ നമുക്ക് ചില പ്രശ്നങ്ങൾ വരാനും അതേ നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ വരികയും അതുമൂലം ഉണ്ടാകുന്ന കുറച്ച് നിയമപ്രശ്നങ്ങളിൽ ചെന്നപ്പെടാനൊരു സാധ്യത അവിടെയുണ്ട്. അത് വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇല്ലെങ്കിൽ അതുമൂലം നമുക്ക് പലതരത്തിലുള്ള നിയമകാര്യങ്ങൾ നേരിടേണ്ടി വരും. വലിയ തുക ഫൈൻ കൊടുക്കുക, അല്ലെങ്കിൽ നഷ്ടങ്ങൾ വരിക എന്ന് പറയുന്ന ഒരു സാഹചര്യം സംഭവിക്കാനുള്ള സാഹചര്യം അവിടെയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ധനുരാശിയിലുള്ള പൂരാട നക്ഷത്രക്കാർ. മറ്റുള്ള നക്ഷത്രക്കാർക്ക് വലിയ ദോഷങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. പക്ഷേ എന്നിരുന്നാലും ദാമ്പത്യപരമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ, കലഹങ്ങൾ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. ദാമ്പത്യപരമായിട്ടല്ല ശരിക്കും പറയേണ്ടത്, കുടുംബത്തിനകത്ത് ബന്ധുമിത്രാദികളുള്ള സംസാരം മോശമാകുന്ന ഒരു സാഹചര്യം, അത് വളരെയധികം ശ്രദ്ധിച്ച് അങ്ങനെയുള്ള സാഹചര്യമുണ്ടെങ്കിൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്ത് നമ്മളത് ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഉത്രാട നക്ഷത്രത്തിലും മൂല നക്ഷത്രത്തിലുള്ള ആൾക്കാർ എടുത്തിയാടി ചില കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന മൂലം ഉണ്ടാകാവുന്ന ചില ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധയോടെ വേണം ധനുരാശിക്കാർ ഈ ആഴ്ച കാര്യങ്ങൾ ചെയ്തു എടുക്കാനായിട്ട്. മകരക്കൂർ ഉത്രാടത്തിൻ്റെ മുക്കാൽപാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതിയും ചേർന്നതാണ് മകരക്കൂർ. മകരരാശിക്കാർക്ക് ഈ ആഴ്ച സന്തോഷകരമായ ഒരാഴ്ചയാണ്. അവർ ശ്രമിക്കുന്ന പല കാര്യങ്ങളിൽ നടക്കുകയും അല്ലെങ്കിൽ നടക്കാനുള്ള വഴികൾ തെളിഞ്ഞു കിട്ടുകയും ചെയ്യുന്ന ഒരു കാലമാണ്. മുന്നോട്ട് പോകാനുള്ള പലതരത്തിലുള്ള അവസരങ്ങൾ, അതായത് നമുക്ക് വിദേശവാസം ആയിക്കോട്ടെ, പുതിയ ജോലി ആയിക്കോട്ടെ, പുതിയ സംരംഭങ്ങളായിക്കോട്ടെ, കുട്ടികൾക്കാണെങ്കിൽ പുതിയ കോഴ്സുകൾ പഠിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ വരിക, അതുമൂലമുള്ള പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുക, ആ ബന്ധങ്ങൾ കൊണ്ട് മുന്നോട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ബന്ധങ്ങളെ വളരെയധികം ശ്രദ്ധയോടെയും നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. മകരരാശിയിലുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട്. പ്രത്യേകിച്ച് തിരുവോണ നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവുകയും ആ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. നമുക്ക് സന്തോഷകരമാണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ ധൃതി കൂടിയത് കൊണ്ടുണ്ടാകാവുന്ന ചില കഷ്ടനഷ്ടങ്ങളും ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ മനസ്സിന് വലിയ രീതിയിലുള്ള ശ്രദ്ധ കൊടുത്ത് കാര്യങ്ങളെ നല്ല രീതിയിൽ ഗ്രഹിച്ച് വേണം ഓരോ കാര്യവും നമ്മൾ സന്തോഷത്തിലും കൂടുതൽ ആഹ്ലാദിക്കാതെ വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. കുംഭക്കൂർ അവിട്ടം പകുതിയും ചതയം പൂരിട്ടാതി മുക്കാൽപാദവും ചേർന്നതാണ് കുംഭക്കൂർ. കുംഭരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രിതമായിട്ടാണ് പറയുന്നത്. പൂരിട്ടാതി നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് കുറച്ച് സങ്കടകരമാണ്, കുറച്ച് അപകടങ്ങൾ ഉണ്ടാകാനൊരു സാധ്യത പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വഴക്കുകൾ, ബന്ധുമിത്രാദികളുമായിട്ടുള്ള കലഹങ്ങൾ പറയുന്നുണ്ട്. നിയമപരമായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹമുണ്ടാവുകയും ആ കലഹം വിവാഹമോചനത്തിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ആയതിനാൽ വളരെയധികം ശ്രദ്ധയോടെ നമ്മുടെ
സംസാരത്തെ നിയന്ത്രിച്ച് വേണം നമ്മൾ ഈ ആഴ്ചയിൽ പല കാര്യങ്ങളും ചെയ്യാനായിട്ട്. അങ്ങനെ നിയന്ത്രിക്കാത്ത പക്ഷം നമുക്ക് പലതരത്തിലുള്ള ക്ലേശങ്ങൾ വന്നു പെടുന്നതാണ്. അതിനെ സമചിത്തതയോടെ, അതായത് ഒരു കാര്യം നമ്മൾ ഒരാളോട് പറയാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ചെയ്യാൻ പോകുമ്പോഴോ വളരെയധികം ആലോചിച്ച് ഞാനീ പറയുന്നത് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം, ഇതുകൊണ്ട് എനിക്കൊരു ദോഷവും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ വാക്കുകൾ പറയാനും അതിന് വേണ്ടുന്ന തീരുമാനങ്ങൾ എടുക്കാനും കുംഭരാശിക്കാർ ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ മനസ്സിന് ശാന്തി കിട്ടാനും ദേഷ്യത്തെ അല്ലെങ്കിൽ തൻ്റെ ആ ധൃതിയെ നിയന്ത്രിക്കാനായിട്ട് യഥാശക്തി ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് വേണ്ടുന്ന ധ്യാന ആദി കർമ്മങ്ങൾ ചെയ്ത് മനസ്സിനെ നിയന്ത്രിക്കേണ്ടതാണ്. മീനക്കൂറ് പൂരിട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതി രേവതിയും ചേർന്നതാണ് മീനക്കൂറ്. മീനരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രിതമായിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ തടസ്സങ്ങളോ ക്ലേശങ്ങളോ സംഭവിക്കാനൊരു സാധ്യത കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അവർക്ക് തെറ്റായ ചില തീരുമാനങ്ങൾ എടുക്കുകയും മോഹം കൊണ്ട് ഉണ്ടാകാവുന്ന ചില തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ അവർക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു ഇതായിരിക്കും. അതുമൂലം സാമ്പത്തിക നഷ്ടമാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ മീനരാശിക്കാർ ഈ ആഴ്ച സാമ്പത്തുപരമായി കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക. ഇപ്പോൾ സാമ്പത്തികമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ വലിയ നഷ്ടങ്ങൾ വരാനൊരു സാധ്യത അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കാനും അത് കാര്യങ്ങൾ നടപ്പിലാക്കാനും. പ്രത്യേകിച്ച് ജോലിക്കാർക്കാണെങ്കിൽ ജോലി നഷ്ടപ്പെടാനൊരു സാധ്യതയുണ്ട്. അതുപോലെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ചെറിയ ചെറിയ കഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആഴ്ച അവസാനത്തോട് കൂടിയിട്ട് പുതിയ രീതിയിലേക്ക് പോകാനുള്ള ഒരു അവസരം അവർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ അവസരത്തെ വളരെയധികം ഭംഗിയോടെ ശ്രദ്ധയോടെ നമ്മളതിനെ കൈകാര്യം ചെയ്യുകയും അതിൽ നിന്ന് നമുക്ക് നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. മീനരാശിക്കാർ ആരോഗ്യപരമായും വളരെയധികം ശ്രദ്ധിക്കണം. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനൊരു സാധ്യതയും അവിടെയുണ്ട്. അതിന് വേണ്ടുന്ന യഥാവിധി ചികിത്സകൾ എടുക്കുകയും ഇവിടെ മനസ്സിന് ശക്തി വരുത്തി കാര്യങ്ങളെ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ നല്ല സമയം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.